ഓണത്തിന് അധിക അരിയില്ലെന്ന് കേന്ദ്രം അറിയിച്ചെന്ന് ഭക്ഷ്യമന്ത്രി ജി.ആർ. അനിൽ. ഒരു കാർഡിന് അധികം 5 കിലോ അരി നൽകാനായിരുന്നു ആവശ്യപ്പെട്ടത്. വ്യത്യസ്തമായി കേരളത്തെ സഹായിക്കാൻ കഴിയില്ലെന്നായിരുന്നു കേന്ദ്രമന്ത്രിയുടെ പ്രതികരണമെന്നും മന്ത്രി ജി.ആർ. അനിൽ ഡൽഹിയിൽ പറഞ്ഞു. ഓണത്തിന് അധികമായി 5 കിലോ പെർ കാർഡ് ഒന്നിന് കൊടുക്കാൻ കഴിയുന്ന തരത്തിൽ അനുവദിക്കണം എന്നതാണ് ആവശ്യപ്പെട്ടത്. ഗോതമ്പ് മുമ്പ് നൽകിയതുപോലെ പുനഃസ്ഥാപിക്കണമെന്ന ആവശ്യമാണ് മറ്റൊന്ന് ഉന്നയിച്ചത്. ഈ രണ്ട് കാര്യത്തിലും ഇപ്പോൾ പരിഗണിക്കാൻ കഴിയുന്നതല്ലെന്നാണ് ഭക്ഷ്യമന്ത്രിയുടെ മറുപടി. രാജ്യത്ത് ഒരു പൊതുവായ സമീപനമാണ് സ്വീകരിച്ചിട്ടുള്ളത്. വ്യത്യസ്തമായി കേരളത്തെ സഹായിക്കാൻ കഴിയില്ല എന്നതാണ് ആ വിഷയത്തിൽ അദ്ദേഹം എടുത്ത നിലപാട്. തൗഫീഖ് അസ്ലം കൂടുതൽ വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. തൗഫീഖ്, അതായത് കേരളത്തെ പൂർണ്ണമായും തള്ളുകയാണോ കേന്ദ്രം? ഓണത്തിനായി കേരളത്തിന് പ്രത്യേക അരിവിഹിതം നൽകാനാവില്ലെന്നാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ കേരള ഭക്ഷ്യവിതരണ വകുപ്പ് മന്ത്രി ജി.ആർ. അനിൽകുമാറിനെ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. കേന്ദ്ര സഹായം ലഭിക്കില്ലെന്നും കേരളത്തിലെ ജനങ്ങളെ കൈവിടില്ലെന്നും കൂടി ഇപ്പോൾ മന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട്. ഓണവിപണിയിൽ അരിവില പിടിച്ചു നിർത്താൻ വേണ്ട ഇടപെടൽ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നുകൊണ്ട് ഉണ്ടാകും. കേരളത്തിൽ എത്തിയ ശേഷം തീരുമാനമുണ്ടാകുമെന്നുമാണ് മന്ത്രി ഡൽഹിയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. കാർഡ് ഒന്നിന് 5 കിലോ അരി നൽകണമെന്നായിരുന്നു കേന്ദ്രത്തോട് കേരളം ആവശ്യപ്പെട്ടത്. സാധാരണയിൽ നിന്നും വ്യത്യസ്തമായി കേരളത്തെ സഹായിക്കാൻ കഴിയില്ല എന്നുള്ളൊരു മറുപടിയാണ് കേന്ദ്രം കേരളത്തിന് നൽകിയത്. അതോടൊപ്പം തന്നെ നിർത്തിവെച്ച ഗോതമ്പും നൽകില്ല എന്ന് കൂടിയുള്ള ഒരു കാര്യം കൂടി കേന്ദ്ര സർക്കാർ ഇപ്പോൾ കേരളത്തെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. മറ്റൊന്ന്, മണ്ണെണ്ണ വിഹിതം 2 വർഷമായി ലഭിക്കുന്നില്ല. മണ്ണെണ്ണ കരാറുകാർ പിന്മാറിയതിനാൽ വിതരണത്തിന് തടസ്സം നേരിട്ടു. ഒടുവിൽ പ്രശ്നം കേരള സർക്കാർ പരിഹരിച്ചു എന്നുകൂടി മന്ത്രി വാർത്താ സമ്മേളനത്തിൽ പറയുന്നുണ്ട്. വിട്ടുകിട്ടാനുള്ള മണ്ണെണ്ണ ഉടൻ വിട്ടു നൽകണമെന്ന് കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇതിലൊരു ആലോചിച്ച് തീരുമാനമെടുക്കാമെന്ന് കേന്ദ്ര സർക്കാർ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഈ ഓണവുമായി ബന്ധപ്പെട്ട് കേരളം വലിയ പ്രതീക്ഷയിലായിരുന്നു. കേരളത്തിന്റെ ആവശ്യം കേന്ദ്രം അംഗീകരിക്കുമെന്നായിരുന്നു പ്രതീക്ഷിച്ചിരുന്നത്. എന്നാൽ മുന്നോട്ട് വെച്ച 2 കാര്യങ്ങളിലും ഇപ്പോൾ തീരുമാനമെടുക്കാൻ സാധിക്കില്ല എന്നുള്ള നിലപാടായിരുന്നു കേന്ദ്രം സ്വീകരിച്ചത്. ശരി, തൗഫീഖ് അസ്ലമാണ് വിവരങ്ങൾ നൽകിയത്.